ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ തൊഴുത്ത് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൊഴുത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മിക്കൂസിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊഴുത്തിൻ്റെ അവസ്ഥ എന്താ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വളം വരി ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ടാ കുഞ്ഞു പശുവൊക്കെ കിടക്കുന്നത് കണ്ട് ഇത്രയും അലമ്പായിട്ടൊക്കെ കേട്ടോ കിടക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വളമൊക്കെ വാരിയിട്ട് അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ഓർമ്മ വന്നത് കേട്ടോ. അതാ നമ്മളുടെ ചെറിയ പൂത്ത് അവിടെ നിൽക്കുന്നുണ്ട്, ചെറുതല്ല നടുക്കഷ്ണം അവിടെ നിൽക്കുന്നത്, എന്തോ ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ചുമക്കുന്നുണ്ട്. എന്താ എന്താണ് എന്താണ് കുറേ നേരമായിട്ട് ഞാൻ ചുമക്കണേ ഉണ്ടോ? അപ്പോൾ വൈക്കോലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കത്തിയും കൊണ്ട് മുറിച്ചിട്ടില്ലേ, ഇതിൽ ഫുള്ള് നൂലുണ്ടാവും. നൂല് അതിന് ആ മരത്തിൽ കെട്ടായിരുന്നു. പൂ ആ വിറകിനൊക്കെ കുത്തി പൊട്ടിക്കോ, നെല്ലിക്കാൻ മരത്തിൽ കെട്ടിയാ. ഇവിടുത്തെ പപ്പായ മരം പിന്നെ പോത്തുകൾ തന്നെ പോയി. വൈക്കോല് അവനാ വെള്ളം തട്ടിയിട്ട് അവൻ എന്താ ആലോചിച്ച് നിൽക്കണം. അവൻ അവിടെ പോയിട്ട് കുറേ നേരം ഇങ്ങനെ അപ്പോൾ ബാക്കിൽ എന്നടാ ഇവന് കണ്ണ് കാണില്ല തോന്നുന്നു. ഇപ്പോഴാണ് നമ്മുടെ രാത്രി തൊഴുത്തിലെ പരിപാടികൾ കേട്ടോ. നമ്മൾ കുഞ്ഞിന് വെച്ച് കൊടുത്തിൻ്റെ അമ്മ പിന്നെ ഈ പാത്രം നിറച്ച് കൊടുക്കും. അവൾ പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കും കേട്ടോ. അവനൊരു ഇടഞ്ഞാറ് പോലെ ഉണ്ട്. അപ്പോൾ അവന് നമ്മൾ ഈ സെറിഞ്ചിലാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ വെള്ളം കൂടി കഴിഞ്ഞപ്പോൾ അടുത്തത് ഗുണ്ടംപൂത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവനാകെ വശപ്പശകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ആർക്കാണ് ഇവൻ കുത്താൻ വരുമോ? ഗുണ്ട വെള്ളം കുടിച്ചോ? അവർക്ക് നല്ല വെള്ളദാഹം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ സമയത്ത് കൊടുത്തത് ശീലമായി നമ്മൾ കൊടുക്കാറുണ്ട്. അവിടെ കൊതുകുതിരിയൊക്കെ കുളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ വരുമ്പോൾ കിടക്കുന്നത് ഇപ്പോൾ കണ്ട നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട കൊതുകുതിരിയൊക്കെ രണ്ട് സൈഡ് ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോൾ കുറേ ഇട്ട് കൊടുക്കുക, വെറുതെ അതിൽ ചവിട്ടിക്കൂട്ടി കളയാൻ വേണ്ടിയിട്ട്. വൈക്കോല് 25 ആക്കിയതാണ്, കഴിഞ്ഞു. ഇപ്പോൾ അത് കുറച്ചെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോത്തുകൾ ബുധനാഴ്ച അവർ വരാമെന്നാണ് പറഞ്ഞത്. നാളെ വരുമെന്ന് അറിയില്ല. അപ്പോൾ അതിൽ നൂലെടുക്ക്. കഴിഞ്ഞ ദിവസം പണി കിട്ടിയതാണ് ഈ കുഞ്ഞുവിൻ്റെ കുഞ്ഞു കടിച്ചിട്ട്. അപ്പം പിന്നെ കുറേ വൈക്കോലൊക്കെ എടുത്ത് ഇങ്ങോട്ട് നേരത്തെ കേട്ടോ. കുറേ ഇട്ട് കൊടുത്താൽ മതി, വെറുതെ കളയാൻ വേണ്ടി ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പോരാ തോന്നും, നിറയെ ഇട്ട് കൊടുക്കും. നേരം വിളിക്കുമ്പോഴേക്കും ഇവിടെ ഫുള്ള് സ്പ്രെഡായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് പഠിച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇനി ഗുണ്ടനതാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കേ. അമ്മൂന് ഞാൻ കുഞ്ഞിൻ്റെ വൈക്കോലൊക്കെ എടുത്തിട്ട് കൊടുത്താണ്. അമ്മ അത് തിന്നും കഴിഞ്ഞു. അമ്മൂനും കുറച്ചിട്ട് കൊടുക്കും, കുഞ്ഞിനും ഇട്ട് കൊടുക്കും. കൊടയൊക്കെ തട്ടി കുറച്ച് ഇനിയിപ്പോൾ എന്ത് മേലെ ആക്കാനുണ്ട്, ഫുള്ളായി. ഞാൻ നിൻ്റെ മേലെ ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തത്.
കിടക്കണ കൊണ്ടുതന്നെ എണിപ്പിച്ച് ഇപ്പം നന്നായി ചുമക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാസറോൾ കൊടുത്തപ്പോൾ ആവണക്കണിയില്ല, അത് നമ്മൾ സിറിഞ്ചിലേക്ക് കൊടുത്തപ്പോൾ വേണ്ട അതിനിപ്പോൾ ശരിയായിട്ടാ. ഇതങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വെറുതെ തൊണ്ടയിൽ അടച്ചാൽ ചുമച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. നമ്മൾ കൊടുത്തു. അപ്പോൾ അത് 3 വൈക്കോലിട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര വൃത്തികേടായിരുന്നു കേട്ടോ. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടില്ല, ഇപ്പോൾ നമുക്ക് എത്ര വൃത്തിയാക്കി ഞാൻ. നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്താട്ടോ തൊഴുത്തെപ്പോഴും ഇടുക. ചിലവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവരൊന്നും വൃത്തിയാക്കില്ല, വളം ഇട്ടിട്ട് ആ വളത്തിൽ തന്നെ പശു ചവിട്ടി തേച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവർ രാവിലെ ക്ലീൻ ചെയ്യുള്ളൂ. പക്ഷെ നമ്മളങ്ങനെയില്ല, നമ്മളിവിടെ വന്നുകൊണ്ട് വളം കണ്ട അതിൽ വൃത്തികേടായി കിടക്കുന്നുണ്ട്, അവിടെ അടിച്ച് ക്ലീൻ ചെയ്ത് വളമൊക്കെ വാരി വേണ്ട വെള്ളം ഒഴിച്ച് കഴുകി മാറ്റിലൊക്കെ വെള്ളം ഒഴിച്ച് അടിച്ച് കിട്ടാൻ കേട്ടോ. അങ്ങനെ നീറ്റാക്കിയിട്ട് ഇട്ടാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. എനിക്കായാലും അപ്പൂനായാലും ഞങ്ങൾ രണ്ടാളും അക്കാര്യത്തിലേറിയതാണ്. പൊടി പറക്കുന്നുണ്ട്, വൈക്കോലിൻ്റെ ഉള്ളിൽ പൊടി ഇങ്ങനെ പാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മതിയപ്പൂ നമ്മൾ അപ്പോൾ ബക്കറ്റ് എടുക്ക്. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടർന്ന് നമ്മൾ നമ്മുടെ പോത്തിനെ കൊടുക്കുന്നതും വേറെ എന്താ വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്നും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുകയ്ക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അപ്പോൾ ഫോൺ അവിടെ വയ്ക്കുന്നുണ്ട്, ഇതാ സൈഡിൽ വയ്ക്കുക. കാരണം ഈ ഭാഗത്താണ് നല്ല കൊതുകുള്ളത്, കാരണം വെള്ളം ഇതിൽ കൂടെ പോകുന്നതുകൊണ്ട് പുകഞ്ഞിട്ട് കണ്ണൊക്കെ ഇടിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ പുകച്ചും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതിന് മേലെ നല്ല പച്ച ചകിരി കൊണ്ട് വെക്കേണ്ട. അപ്പോൾ നമുക്ക് ചകിരി നിറയുണ്ടല്ലോ തേങ്ങ കുഴിച്ചതിൻ്റെ. അപ്പോൾ പച്ച ചകിരി വെക്കുക, അപ്പോൾ നന്നായി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒരുപാട് പച്ച വേണ്ട, ചകിരി ഇവർക്ക് പുകയ്ക്കാൻ വേണ്ടി നിറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുകയ്ക്കലും കൂടെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ പുകയ്ക്കലും കൂടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൊതുക് കടി ഇവർക്ക് കുറയുമല്ലോ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ചകിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.